തമിഴ്നാട്ടിലെ അടുത്ത ജില്ലയായ തിരുപ്പത്തൂരിലേക്കാണ് ഇന്നെൻ്റെ യാത്ര. വെല്ലൂരിൽ നിന്നും തിരുപ്പത്തൂർ വരെ 88 കിലോമീറ്ററാണ് ദൂരം. വെല്ലൂരിൽ നിന്നും പ്രസിദ്ധമായ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് 108 കിലോമീറ്ററാണ് ദൂരമുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും തിരുപ്പത്തൂരിലേക്ക് നമ്മൾ ചെന്നൈ വഴി അല്ലാതെ പോവുകയാണെങ്കിൽ 646 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത് വെല്ലൂരിൽ നിന്നും തിരുപ്പത്തൂരിലേക്ക് പോകുന്ന ഹൈവേ ആണ്. ഈ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ ആണ്. അപ്പോൾ ഇതിൻ്റെ വൈഡനിങ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൈവേയിൽ പോകുമ്പോൾ നമുക്ക് വശങ്ങളിൽ കാണുന്ന മലനിരകൾ എന്ന് പറയുന്നത് ബാലമതി മലനിരകളാണ്. ഇത് ഈസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ബാലമതി മലനിരകൾ. തിരുപ്പത്തൂര് കയറി കഴിയുമ്പോഴേക്കും നമുക്ക് മലനിരകൾ കാണാൻ കഴിയും. വളരെ ഭംഗിയുള്ള മലനിരകളാണ്. അതാണ് ഏലഗിരി മലനിരകൾ. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കാണുന്നതെല്ലാം ഏലഗിരി മലനിരകളാണ്. ഈ തിരുപ്പത്തൂരിൽ കാണുന്ന കാടുകളെല്ലാം സാൻഡൽവുഡാണ്. അതായത് വളരെയധികം സാൻഡൽവുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് തിരുപ്പത്തൂർ. അതുകൊണ്ട് ഇതിനെ സാൻഡൽവുഡ് സിറ്റി എന്നുകൂടെയാണ് തിരുപ്പത്തൂരിനെ അറിയപ്പെടുന്നത്. തിരുപ്പത്തൂരിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുന്നത് ഏലഗിരി ഹിൽ സ്റ്റേഷൻ തന്നെയാണ്. തമിഴ്നാട്ടിലെ മിക്കവാറും ഡിസ്ട്രിക്റ്റുകളിൽ പോയപ്പോഴും ഹിൽ സ്റ്റേഷനുള്ള കൊടൈക്കനാൽ ആ ഭാഗത്തൊക്കെ പോയെങ്കിലും ഇത്രയധികം മലനിരകളുടെ കാഴ്ച കണ്ട് ആസ്വദിച്ച് വാഹനം ഓടിക്കാൻ കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ തിരുപ്പത്തൂർ റോഡ് തന്നെയാണ്. തിരുപ്പത്തൂർ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് പോകുമ്പോഴാണ് ഏലഗിരി ഹിൽ സ്റ്റേഷൻ. ഏലഗിരി ഹിൽ സ്റ്റേഷൻ്റെ മുകളിലെത്തുന്നതിന് 14 ഹെയർപിൻ കർവുകൾ കയറേണ്ടതുണ്ട്. ഇവിടെ നിന്നുമാണ് ഏലഗിരി ഹിൽ സ്റ്റേഷനിലേക്കുള്ള ഹൈ റേഞ്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏലഗിരിയിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ തന്നെ പ്രകൃതിക്ക് ഒരു കുളിർമ അനുഭവപ്പെടും. അതുവരെ ഉണ്ടായിരുന്ന ചൂടിന് ഒരു കുറവുണ്ട്. കുട്ടികളുമൊത്ത് ഏലഗിരി വരുന്നവർക്ക് സമയം ചെലവിടാൻ പറ്റിയൊരു സ്ഥലമാണ് ഏലഗിരിയിലുള്ള ഈ പാർക്ക്. ഏലഗിരിയിലെ ഈ പാർക്കിനടുത്ത് തന്നെയാണ് ഏലഗിരി ലേക്ക് ഉള്ളത്. ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യവും ലഭ്യമാണ്. ഏലഗിരിയിലെ മറ്റൊരു ആകർഷണമാണ് ഇവിടുത്തെ നാച്ചുറൽ പാർക്ക്. ഏലഗിരി കുന്നിൻ്റെ താഴ്വാരങ്ങൾ വളരെ വിശാലമായി കാണുന്നതിനുള്ള സ്ഥലമാണ് നിലവൂർ വ്യൂ പോയിൻ്റ്. ഏലഗിരിയിലെ ഈ ഫണ്ടേറ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ വിവിധ ഇനം പക്ഷികളെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അവിടെ ഉള്ളത് ഒരു അഡ്വഞ്ചർ പാർക്കാണ്. ഏലഗിരി കുന്നുകൾ ഇറങ്ങുന്നതിന് മുമ്പ് ജലകമ്പര വാട്ടർഫാൾസ് നമുക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരത്തു നിന്നും ചെന്നൈ വഴി തിരുപ്പത്തൂർ എത്തുമ്പോഴേക്കും ഏകദേശം 1000-ൽ പരം കിലോമീറ്റർ ഞാൻ പിന്നിട്ട് കഴിഞ്ഞിരുന്നു. ഒരു യാത്രയിൽ പ്രധാനമായും നമുക്ക് കൂട്ടായിരിക്കുന്ന നമ്മുടെ വാഹനമാണ്. പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മളൊരു ദൂരയാത്ര പോകുമ്പോൾ വാഹനം തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം. സർവീസും സ്പെയർ പാർട്സിൻ്റെ ലഭ്യതയുമുള്ള ഒരു വാഹനമാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ കഷ്ടപ്പെടേണ്ടതായി വരത്തില്ല. എൻ്റെ CB ഹൈനസ് ആ കാര്യത്തിൽ വളരെ മുന്നിലാണ്. തുടർച്ചയായിട്ടുള്ള ഈ ഓട്ടത്തിലും ഞാൻ ഈ വാഹനത്തിന് വലിയ പരിചരണമൊന്നും കൊടുക്കാറില്ല. ഒരു 500 കിലോമീറ്ററൊക്കെ ഓടുമ്പോഴേക്കും ചെയിൻ ഒന്ന് ലോബി ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിൽ ചെയ്യുന്ന ആകെയുള്ള പണി. ഏലഗിരിയിൽ നിന്ന് തിരുപ്പത്തൂർ ടൗൺ വരെ ഏകദേശം 13 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതാണ് തിരുപ്പത്തൂർ ടൗൺ. ഇവിടെ നിന്ന് പെട്രോൾ ഫില്ല് ചെയ്യണം, ബൈക്കിൻ്റെ ചെയിൻ ഒന്ന് ലൂബ് ചെയ്യണം. ഈ 2 കാര്യങ്ങളും ചെയ്ത ശേഷം അടുത്തത് തിരുവണ്ണാമലയിലേക്ക് പോകണം. ഈ കാണുന്നതാണ് തിരുപ്പത്തൂർ കളക്ട്രേറ്റ്. ഇത് തിരുപ്പത്തൂരിൽ നിന്നും തിരുവണ്ണാമലയിലേക്ക് പോകുന്ന റോഡാണ്. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചിട്ടും ഇന്ന് 5 ദിവസം തികയുന്നു. ഇന്നത്തെ ദിവസം കള്ളക്കുറിച്ചി താമസിക്കണമെന്നാണ് എൻ്റെ ലക്ഷ്യം. വളരെ വിജനമായ ഈ വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മലമുകളിൽ അങ്ങകലെ ഒരു ചെറിയ ക്ഷേത്രം കാണാൻ കഴിഞ്ഞു. തിരുപ്പത്തൂരിൽ നിന്നും തിരുവണ്ണാമല എത്തണമെങ്കിൽ 86 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം. അങ്ങനെ 86 കിലോമീറ്റർ പിന്നിട്ട് തിരുവണ്ണാമലയിലെ അരുണാചലേശ്വർ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തിയപ്പോൾ വൈകുന്നേരം 4 മണിയായി കഴിഞ്ഞു.
അടുത്ത ജില്ലയായ കള്ളക്കുറിച്ചിക്ക് ഇവിടെ നിന്ന് 72 കിലോമീറ്റർ ദൂരമുണ്ട്. തിരുവണ്ണാമലയിൽ അന്വേഷിച്ചപ്പോൾ കള്ളക്കുറിച്ചി പോകുന്ന റോഡ് അത്ര സുഖമുള്ളതല്ലെന്നും രാത്രി ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അറിയിച്ചു. അതനുസരിച്ച് തിരുവണ്ണാമലയിൽ തന്നെ താമസിക്കാമെന്ന് തീരുമാനിച്ചു. നല്ല റൂംസ് എടുത്തു തരാമെന്ന് പറഞ്ഞ് പല ഗൈഡുകളും കൂടെ വന്നെങ്കിലും ഞാൻ അതൊന്നും സ്വീകരിച്ചില്ല. ബൈക്കുമെടുത്ത് ചുറ്റും ഒന്ന് കറങ്ങി. വെസ്റ്റ് നടയുടെ സമീപത്ത് കല്യാൺ ജുവലേഴ്സിൻ്റെയൊക്കെ അടുത്തായി ശക്തി റെസിഡൻസി എന്ന പേരിലൊരു ഹോട്ടൽ കണ്ടു. കണ്ടപ്പോൾ നല്ല വൃത്തിയുള്ളതായി തോന്നിയതുകൊണ്ട് അവിടെ ഒന്ന് റെൻ്റ് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് കയറി. പുതിയൊരു ഹോട്ടലായിരുന്നു. അവിടെ ബൈക്ക് പാർക്ക് ചെയ്യുന്നതിനുള്ള ആവശ്യത്തിനുള്ള സൗകര്യവും നല്ല വൃത്തിയുമുള്ള അന്തരീക്ഷവുമായിരുന്നു. റെൻ്റ് ഒരു 2000 രൂപയാണ് പുള്ളി ആവശ്യപ്പെട്ടത്. അത് അവിടെയുള്ള മറ്റ് ഹോട്ടലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലായി തോന്നാത്തതിനാൽ അവിടെ തന്നെ റൂമെടുത്തു. ദീർഘദൂര യാത്രയ്ക്ക് ശേഷം വിശ്രമിക്കാൻ നല്ലൊരു മുറിയും അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ക്ഷീണവും നമുക്ക് മാറിക്കിട്ടും. ഇതാണ് ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ. ദീൻ ദയാലു എന്നാണ് പുള്ളിയുടെ പേര്. തിരുവണ്ണാമലയിൽ ആരെങ്കിലും പോകുന്നെങ്കിൽ ഈ ഹോട്ടലിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നീറ്റായിട്ടുള്ളതും നല്ല പെരുമാറ്റമുള്ള സ്റ്റാഫുമാണ്. നിരവധി ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിൽ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും തിരുവണ്ണാമലയിലെ ഈ ക്ഷേത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അരുണാചല പർവ്വതത്തിൻ്റെ താഴെയായതിനാൽ ഇവിടെ എപ്പോഴും വളരെ തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ്. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയെ പ്രതിനിധാനം ചെയ്യുന്ന തിരുവണ്ണാമലയിലെ ഈ ക്ഷേത്രത്തിൽ ശിവനെ അരുണാചലേശ്വരനായി ആരാധിക്കുന്നു. 25 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിൽ ചോള രാജവംശം നിർമ്മിച്ചതായാണ് കരുതപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന് പ്രധാനമായും 4 ഗോപുരങ്ങളാണ് ഉള്ളത്. ഈ ഗോപുരം വടക്ക് വശത്തുള്ള അമ്മാനി അമ്മൻ ഗോപുരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് കിഴക്ക് വശത്തുള്ള രാജഗോപുരം. ഈ ഗോപുരത്തിന് 217 അടി ഉയരമുണ്ട്. തഞ്ചാവൂരുള്ള ബിഗ് ടെമ്പിളിനേക്കാൾ 1 അടി ഉയരം കൂടുതലാണ് ഈ ഗോപുരത്തിന്. ഇത് തെക്ക് വശത്തുള്ള തിരുമഞ്ജന ഗോപുരം. ഇത് പടിഞ്ഞാറ് വശത്തുള്ള പേയ് ഗോപുരം. നഗ്നപാതരായി 14 കിലോമീറ്ററോളം ചുറ്റളവിൽ വ്യാപിച്ചിടക്കുന്ന അരുണാചല പർവ്വതത്തിനെ ചുറ്റി വരുന്നതാണ് ഇവിടുത്തെ മറ്റൊരു ആരാധന. അതിരാവിലെ 5 മണിക്ക് തന്നെ എണീറ്റ് റൂം വെക്കേറ്റ് ചെയ്ത് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒന്ന് വലം വെച്ചു. ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി അടുത്തത് എൻ്റെ ലക്ഷ്യം കള്ളക്കുറിച്ചി എന്ന അടുത്ത ജില്ലയിലേക്കാണ്. കള്ളക്കുറിച്ചി ജില്ലയുടെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.